അപ്പോൾ വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തയിലെ ഹൈസ്പീഡ് GKയിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഇനി വരുന്ന PSC എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം കൽക്കുളം, പത്മനാഭപുരം. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം കൽക്കുളം. VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് എവിടെയാണ്? എടക്കുന്നി, തൃശ്ശൂർ ജില്ല. VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് എവിടെയാണ്? എടക്കുന്നി. എവിടെ നിന്നെത്തിയ സൈന്യത്തിൻ്റെ സഹായത്തോടെയാണ് ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. എവിടെ നിന്നെത്തിയ സൈന്യത്തിൻ്റെ സഹായത്തോടെയാണ് ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. 1934 ജാനുവരി 30 തിരുവല്ലയിൽ TM വർഗീസിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം നിവർത്തനം എന്ന പദം ഉപേക്ഷിച്ച് പകരം ഏത് പേര് സ്വീകരിച്ചാണ് പ്രക്ഷോഭം തുടർന്നത്? പൗരസമത്വ പ്രസ്ഥാനം. 1934 ജനുവരി 30 തിരുവല്ലയിൽ TM വർഗീസിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം നിവർത്തനം എന്ന പദം ഉപേക്ഷിച്ച് പകരം ഏത് പേര് സ്വീകരിച്ചാണ് പ്രക്ഷോഭം തുടർന്നത്? പൗരസമത്വ പ്രസ്ഥാനം. കാബൂൾ ആസ്ഥാനമാക്കി സ്ഥാപിച്ച സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായി സേവനമനുഷ്ഠിച്ച തിരുവനന്തപുരത്തുകാരൻ? ചെമ്പകരാമൻ പിള്ള. കാബൂൾ ആസ്ഥാനമാക്കി സ്ഥാപിച്ച സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായി സേവനമനുഷ്ഠിച്ച തിരുവനന്തപുരത്തുകാരൻ? ചെമ്പകരാമൻ പിള്ള. രാജകുടുംബാംഗങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനായി 1875 മേയോ പ്രഭുവിൻ്റെ കാലത്ത് മേയോ കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? അജ്മീർ. രാജകുടുംബാംഗങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനായി 1875 മേയോ പ്രഭുവിൻ്റെ കാലത്ത് മേയോ കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? അജ്മീർ. ബോംബെയിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നേതാവ്? ഫിറോസ് ഷാ മേത്ത. ബോംബെയിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നേതാവ് ഫിറോസ് ഷാ മേത്ത. സൈമൺ കമ്മീഷന് നേരെ നടത്തിയ പ്രതിഷേധ സമരത്തിനിടെയേറ്റ പരിക്കുകളെ തുടർന്ന് അന്തരിച്ച നേതാവ്? ലാലാ ലജ്പത് റായ്. സൈമൺ കമ്മീഷന് നേരെ നടത്തിയ പ്രതിഷേധ സമരത്തിനിടെയേറ്റ പരിക്കുകളെ തുടർന്ന് അന്തരിച്ച നേതാവ് ലാലാ ലജ്പത് റായ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടത്തിനിറങ്ങിയ മരുതു പാണ്ഡ്യൻ എവിടുത്തെ ഭരണാധികാരിയായിരുന്നു? ശിവഗംഗ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടത്തിനിറങ്ങിയ മരുതു പാണ്ഡ്യൻ എവിടുത്തെ ഭരണാധികാരിയായിരുന്നു? ശിവഗംഗ. സ്വതന്ത്ര ഭാരതത്തിലെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി? മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഭാരതത്തിലെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. എൽബ ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ട് 1815 മാർച്ച് 20 ഫ്രാൻസിൻ്റെ അധികാരം തിരിച്ചുപിടിച്ച നെപ്പോളിയന് ഏകദേശം എത്ര ദിവസം ഭരണം നിലനിർത്താൻ സാധിച്ചത്? 100 ദിവസം. എൽബ ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ട് 1815 മാർച്ച് 20 ഫ്രാൻസിൻ്റെ അധികാരം തിരിച്ചുപിടിച്ച നെപ്പോളിയന് ഏകദേശം എത്ര ദിവസമാണ് ഭരണം നിലനിർത്താൻ സാധിച്ചത്? 100 ദിവസം. സർ നിക്കോളാസ് രണ്ടാമൻ സ്ഥാനത്യാഗം ചെയ്ത വർഷം? 1917 മാർച്ച് 15. സർ നിക്കോളാസ് രണ്ടാമൻ സ്ഥാനത്യാഗം ചെയ്ത വർഷം? 1917 മാർച്ച് 15. സൈമൺ ബൊളിവർ ജനിച്ച രാജ്യം? വെനീസുലെ. സൈമൺ ബൊളിവർ ജനിച്ച രാജ്യം? വെനീസുലെ. യുദ്ധവിരുദ്ധ സിനിമയായ ഓൾ ക്വയറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട് സംവിധാനം ചെയ്തതാര്? ലെവിസ് മൈൽസ്റ്റോൺ. 1930. യുദ്ധവിരുദ്ധ സിനിമയായ ഓൾ ക്വയറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട് സംവിധാനം ചെയ്തതാര്? ലെവിസ് മൈൽസ്റ്റോൺ. 1945 യാൾട്ട സമ്മേളനത്തിൽ സോവിയറ്റ് യൂണിയനെ പ്രതിനിധാനം ചെയ്തതാര്? ജോസഫ് സ്റ്റാലിൻ.
1945 യാൾട്ട സമ്മേളനത്തിൽ സോവിയറ്റ് യൂണിയനെ പ്രതിനിധാനം ചെയ്തത് ആര്? ജോസഫ് സ്റ്റാലിൻ. 23.5 ഡിഗ്രി ഉത്തര അക്ഷാംശം അറിയപ്പെടുന്ന പേര്? ഉത്തരായന രേഖ. 23.5 ഡിഗ്രി ഉത്തര അക്ഷാംശം അറിയപ്പെടുന്ന പേര് ഉത്തരായന രേഖ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം? പ്രോക്സിമ സെന്റോറി. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം പ്രോക്സിമ സെന്റോറി. ഇന്ത്യയുടെ അധികാര ഘടനയിലെ മുൻഗണനാ ക്രമം? ആദ്യ 10 സ്ഥാനങ്ങൾ: 1 രാഷ്ട്രപതി, 2 ഉപരാഷ്ട്രപതി, 3 പ്രധാനമന്ത്രി, 4 സംസ്ഥാന ഗവർണർമാർ അതത് സംസ്ഥാനങ്ങളിൽ, 5 മുൻ രാഷ്ട്രപതിമാർ, 5 ഉപപ്രധാനമന്ത്രി, 6 ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ലോക്സഭാ സ്പീക്കർ, 7 കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർ മുഖ്യമന്ത്രിമാർ അതത് സംസ്ഥാനങ്ങളിൽ, നീതി ആയോഗ് ഉപാധ്യക്ഷൻ, മുൻ പ്രധാനമന്ത്രിമാർ, രാജ്യസഭയിലെയും ലോക്സഭയിലെയും പ്രതിപക്ഷ നേതാക്കൾ. 7 ഭാരതരത്ന ജേതാക്കൾ, 8 അക്രഡിറ്റഡ് അംബാസിഡർമാർ ഹൈക്കമ്മീഷണർമാർ, മുഖ്യമന്ത്രിമാർ സംസ്ഥാനത്തിന് പുറത്ത്, ഗവർണർമാർ സംസ്ഥാനത്തിന് പുറത്ത്, 9 സുപ്രീം കോടതി ജഡ്ജിമാർ, 9 UPSC ചെയർമാൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ CAG, 10 രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ, നീതി ആയോഗ് അംഗങ്ങൾ, കേന്ദ്ര സഹമന്ത്രിമാർ. ഇന്ത്യയുടെ അധികാര ഘടനയിലെ മുൻഗണനാ ക്രമം: ആദ്യത്തെ 10 സ്ഥാനങ്ങൾ. ഇത് മുഴുവൻ പഠിക്കുക, 10 സ്ഥാനങ്ങളും പഠിക്കുക. ഇനി അത്രയും പഠിക്കാൻ പറ്റാത്തവർ ആദ്യത്തെ 5 സ്ഥാനങ്ങളെങ്കിലും പഠിച്ചു വെക്കണം. സാധാരണ പരീക്ഷകളിൽ 1, 2, 3 സ്ഥാനങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ, ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യ 10 സ്ഥാനങ്ങൾ ഇന്ത്യയുടെ അധികാര ഘടനയിലെ മുൻഗണനാ ക്രമം അനുസരിച്ച് ആദ്യ 10 സ്ഥാനങ്ങൾ: 1 രാഷ്ട്രപതി, 2 ഉപരാഷ്ട്രപതി, 3 പ്രധാനമന്ത്രി, 4 സംസ്ഥാന ഗവർണർമാർ അതത് സംസ്ഥാനങ്ങളിൽ, 5 മുൻ രാഷ്ട്രപതിമാർ, 5 ഉപപ്രധാനമന്ത്രി, 6 ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ലോക്സഭാ സ്പീക്കർ, 7 കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർ മുഖ്യമന്ത്രിമാർ അതത് സംസ്ഥാനങ്ങളിൽ, നീതി ആയോഗ് ഉപാധ്യക്ഷൻ, മുൻ പ്രധാനമന്ത്രിമാർ, രാജ്യസഭയിലെയും ലോക്സഭയിലെയും പ്രതിപക്ഷ നേതാക്കൾ, 7 ഭാരതരത്ന ജേതാക്കൾ, 8 അക്രഡിറ്റഡ് അംബാസിഡർമാർ ഹൈക്കമ്മീഷണർമാർ, മുഖ്യമന്ത്രിമാർ സംസ്ഥാനത്തിന് പുറത്ത്, ഗവർണർമാർ സംസ്ഥാനത്തിന് പുറത്ത്, 9 സുപ്രീം കോടതി ജഡ്ജിമാർ, 9 UPSC ചെയർമാൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ CAG, 10 രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ, നീതി ആയോഗ് അംഗങ്ങൾ, കേന്ദ്ര സഹമന്ത്രിമാർ. ക്ഷീരപഥത്തിൻ്റെ ഏത് ഭാഗത്താണ് സൗരയൂഥത്തിൻ്റെ സ്ഥാനം? വക്കിൽ. ക്ഷീരപഥത്തിൻ്റെ ഏത് ഭാഗത്താണ് സൗരയൂഥത്തിൻ്റെ സ്ഥാനം? വക്കിൽ. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫായ കീലിംഗ് കർവിൻ്റെ ഉപജ്ഞാതാവ്? ചാൾസ് ഡേവിഡ് കീലിംഗ്. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫാണ് കീലിംഗ് കർവ്. ഈ കീലിംഗ് കർവിൻ്റെ ഉപജ്ഞാതാവ് ചാൾസ് ഡേവിഡ് കീലിംഗ് ആണ്. ഏത് അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ രൂപപ്പെട്ടത്? മൗസിം. ഏത് അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ രൂപപ്പെട്ടത്? മൗസിം. നേപ്പാളിൽ സഗർമാത എന്നറിയപ്പെടുന്ന കൊടുമുടി? എവറസ്റ്റ്. നേപ്പാളിൽ സഗർമാത എന്നറിയപ്പെടുന്ന കൊടുമുടി എവറസ്റ്റ്. ഡെറാഡൂൺ, നൈനിറ്റാൾ എന്നിവ ഏത് സംസ്ഥാനത്തെ സുഖവാസ കേന്ദ്രങ്ങളാണ്? ഉത്തരാഖണ്ഡ്. ഡെറാഡൂൺ, നൈനിറ്റാൾ എന്നിവ ഏത് സംസ്ഥാനത്തെ സുഖവാസ കേന്ദ്രങ്ങളാണ്? ഉത്തരാഖണ്ഡ്. കാസിരംഗ ദേശീയ ഉദ്യാനം, പഖ്വി വന്യജീവി സങ്കേതം എന്നിവയ്ക്ക് സമീപം ഒഴുകുന്ന നദി? കാമെങ്. കാസിരംഗ ദേശീയ ഉദ്യാനം, പഖ്വി വന്യജീവി സങ്കേതം എന്നിവയ്ക്ക് സമീപം ഒഴുകുന്ന നദി കാമെങ്. രാമേശ്വരം ദ്വീപ് ഏത് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്? തമിഴ്നാട്. രാമേശ്വരം ദ്വീപ് ഏത് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്? തമിഴ്നാട്. ഥാർ മരുഭൂമിയിൽ കൃഷിയും ജലസേചനവും സാധ്യമാക്കുന്ന കനാൽ? ഇന്ദിരാഗാന്ധി കനാൽ. ഥാർ മരുഭൂമിയിൽ കൃഷിയും ജലസേചനവും സാധ്യമാക്കുന്ന കനാൽ ഇന്ദിരാഗാന്ധി കനാൽ. കേരളത്തിൻ്റെ വടക്കേറ്റത്തെ നദി? മഞ്ചേശ്വരം പുഴ. കേരളത്തിൻ്റെ വടക്കേറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ. ആലപ്പുഴയിലെ വിയാപുരം റിസർവ് വനം ഏത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ കീഴിലാണ്? പത്തനംതിട്ടയിലെ റാന്നി. ആലപ്പുഴയിലെ വിയാപുരം റിസർവ് വനം ഏത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ കീഴിലാണ്? പത്തനംതിട്ടയിലെ റാന്നി. ഇടുക്കിയുടെ ആസ്ഥാനമായ പൈനാവ് ഏത് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ്? ഇടുക്കി വന്യജീവി സങ്കേതം. ഇടുക്കിയുടെ ആസ്ഥാനമായ പൈനാവ് വന്യജീവി സങ്കേതം ഏത് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ്? ഇടുക്കി വന്യജീവി സങ്കേതം.
കേരളത്തിൽ കശുമാവ് തോട്ടങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കാസർഗോഡ്. കേരളത്തിൽ കശുമാവ് തോട്ടങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കാസർഗോഡ്. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവെന്നറിയപ്പെടുന്നത് ജെ മർഫി. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവെന്നറിയപ്പെടുന്നത് ജെ മർഫി. ബാങ്കിംഗ് മാനേജ്മെന്റ് പരിശീലനത്തിനായി RBI മറ്റു ബാങ്കുകളുമായി ചേർന്ന് രൂപവൽക്കരിച്ച പൂനെയിലെ സ്ഥാപനം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ്. ബാങ്കിംഗ് മാനേജ്മെന്റ് പരിശീലനത്തിനായി RBI മറ്റ് ബാങ്കുകളുമായി ചേർന്ന് രൂപവൽക്കരിച്ച പൂനെയിലെ സ്ഥാപനം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ്. UPIയുടെ പൂർണ്ണരൂപം യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. UPIയുടെ പൂർണ്ണരൂപം യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. മുദ്രാ യോജനയ്ക്ക് കീഴിലുള്ള കിഷോർ സ്കീം മുഖേന ലഭിക്കുന്ന വായ്പയുടെ പരിധി 50,001 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ. മുദ്രാ യോജനയുടെ കീഴിലുള്ള കിഷോർ സ്കീം മുഖേന ലഭിക്കുന്ന വായ്പയുടെ പരിധി 50,001 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ. ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡുകൾക്ക് പിന്നിലുള്ള 3 അക്ക സുരക്ഷാ നമ്പർ CVV കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ. ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡുകൾക്ക് പിന്നിലുള്ള 3 അക്ക സുരക്ഷാ നമ്പർ CVV കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ. ഏത് രാജ്യത്തെ പ്രസിഡന്റാണ് ലോകബാങ്ക് പ്രസിഡന്റിനെ നിർദ്ദേശിക്കുന്നത്? USA. ഏത് രാജ്യത്തെ പ്രസിഡന്റാണ് ലോകബാങ്ക് പ്രസിഡന്റിനെ നിർദ്ദേശിക്കുന്നത്? USA. ലോകബാങ്കിന്റെ ഏറ്റവും വലിയ ഓഹരി ഉടമ എന്ന നിലയിൽ. വെൽഫെയർ എക്കണോമിക്സിലെ സംഭാവനയ്ക്ക് നോബൽ സമ്മാനം നേടിയത് ആര്? അമർത്യ സെൻ. വെൽഫെയർ എക്കണോമിക്സിലെ സംഭാവനയ്ക്ക് നോബൽ സമ്മാനം നേടിയത് ആര്? അമർത്യ സെൻ. ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥാപകൻ ക്ലോസ് എം ഷ്വാബ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥാപകൻ ക്ലോസ് എം ഷ്വാബ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന തീയതി ഏപ്രിൽ 1. ഇന്ത്യയിലെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന തീയതി ഏപ്രിൽ 1. ഒരു കമ്പനി സാധാരണ സേവനങ്ങൾ കൂടുതലായി വാടകയ്ക്കെടുത്താൽ ബാഹ്യ ഉറവിടങ്ങളിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ ആണ് ഇതിനെ പറയുന്നത് ഔട്ട്സോഴ്സിങ്. ഒരു കമ്പനി സാധാരണ സേവനങ്ങൾ കൂടുതലായി വാടകയ്ക്കെടുക്കുന്നത് ബാഹ്യ ഉറവിടങ്ങളിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ ആണ്. ഇതിനെ പറയുന്നതാണ് ഔട്ട്സോഴ്സിംഗ് എന്ന്. ധനകാര്യ കമ്മീഷനിൽ അംഗമാകുന്നതിനുള്ള യോഗ്യത നിശ്ചയിക്കുന്നത് ആര്? പാർലമെന്റ്. ധനകാര്യ കമ്മീഷനിൽ അംഗമാകുന്നതിനുള്ള യോഗ്യത നിശ്ചയിക്കുന്നത് ആര്? പാർലമെന്റ്. സംസ്ഥാന PSC അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് ആര്? ഗവർണർ. സംസ്ഥാന PSC അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് ആര്? ഗവർണർ. ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി. ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി. GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 279A. GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 279A. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ്? 3 വർഷം. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ്? 3 വർഷം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ലോകനായക് ഭവൻ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ലോകനായക് ഭവൻ. ദേശീയ പട്ടികജാതി കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി. ദേശീയ പട്ടികജാതി കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി. ഇന്ത്യയുടെ പ്രസിഡന്റായി രാജേന്ദ്ര പ്രസാദിനെ 1950 ജാനുവരി 24 ഏകകണ്ഠമായി തിരഞ്ഞെടുത്ത സഭ ഭരണഘടനാ നിർമ്മാണ സഭ. ഇന്ത്യയുടെ പ്രസിഡന്റായി രാജേന്ദ്ര പ്രസാദിനെ 1950 ജാനുവരി 24 ഏകകണ്ഠമായി തിരഞ്ഞെടുത്ത സഭ ഭരണഘടനാ നിർമ്മാണ സഭ. ഇന്ത്യയിൽ ലോകസഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ് രീതി പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ്. ഇന്ത്യയിൽ ലോകസഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ് രീതി പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ്. ഭരണഘടനയിലെ 8ാം ഷെഡ്യൂളിലുള്ള ഭാഷകളുടെ എണ്ണം 22. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിലുള്ള ഭാഷകളുടെ എണ്ണം 22. എക്സൈസ് വകുപ്പിന്റെ തലവൻ എക്സൈസ് കമ്മീഷണർ. എക്സൈസ് വകുപ്പിന്റെ തലവൻ എക്സൈസ് കമ്മീഷണർ. ധനകാര്യ വിഷയങ്ങളിൽ ഗവേഷണവും പരിശീലനവും നൽകുന്ന കേരളത്തിലെ പ്രധാന സ്ഥാപനം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ. ധനകാര്യ വിഷയങ്ങളിൽ ഗവേഷണവും പരിശീലനവും നൽകുന്ന കേരളത്തിലെ പ്രധാന സ്ഥാപനം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ. ഇത് അങ്ങനെ ഞാൻ കേട്ടിട്ടില്ലാത്തൊരു ചോദ്യം കേട്ടോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ധനകാര്യ വിഷയങ്ങളിൽ ഗവേഷണവും പരിശീലനവും നൽകുന്ന കേരളത്തിലെ പ്രധാന സ്ഥാപനം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ. എൻ്റെ ഒരു പുതിയ അറിവാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമി എവിടെയാണ്? വിയ്യൂർ,
തൃശ്ശൂർ ജില്ല. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമി എവിടെയാണ്? വിയ്യൂർ, തൃശ്ശൂർ ജില്ലയിലാണ്. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. വനം വകുപ്പ് ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം വഴുതക്കാട്. വനം വകുപ്പ് ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്തുള്ള വഴുതക്കാടിൽ. വനസംരക്ഷണ രംഗത്തും ജൈവ വൈവിധ്യ പരിപാലനത്തിലും മികച്ച പ്രവർത്തനം നടത്തുന്ന വ്യക്തികൾ, സന്നദ്ധ സംഘടനകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കർഷകർ എന്നിവർക്ക് കേരള വനം വന്യജീവി വകുപ്പ് നൽകുന്ന പുരസ്കാരം വനമിത്ര പുരസ്കാരം. വനസംരക്ഷണ രംഗത്തും ജൈവ വൈവിധ്യ പരിപാലനത്തിലും മികച്ച പ്രവർത്തനം നടത്തുന്ന വ്യക്തികൾ, സന്നദ്ധ സംഘടനകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കർഷകർ എന്നിവർക്ക് കേരളം വനം വന്യജീവി വകുപ്പ് നൽകുന്ന പുരസ്കാരം വനമിത്ര പുരസ്കാരം. ലൈഫ് മിഷന്റെ പൂർണ്ണരൂപം ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് മിഷൻ. ലൈഫ് മിഷന്റെ പൂർണ്ണരൂപം ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് മിഷൻ. നഗരപ്രദേശങ്ങളിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് വീടു നിർമ്മാണത്തിന് ധനസഹായം നൽകുന്ന പദ്ധതി അയ്യങ്കാളി നഗരഭവന പദ്ധതി. നഗരപ്രദേശങ്ങളിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് വീടു നിർമ്മാണത്തിന് ധനസഹായം നൽകുന്ന പദ്ധതി അയ്യങ്കാളി നഗരഭവന പദ്ധതി. ജയിൽ അന്തേവാസികൾ തയ്യാറാക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ പൊതുജനങ്ങൾക്ക് വിൽക്കുന്ന പദ്ധതി ഫ്രീഡം ഫുഡ്. ജയിൽ അന്തേവാസികൾ തയ്യാറാക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ പൊതുജനങ്ങൾക്ക് വിൽക്കുന്ന പദ്ധതി ഫ്രീഡം ഫുഡ്. കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി EK നായനാർ. കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി EK നായനാർ. സ്കർവി എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ C. സ്കർവി എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ C. മിനമാത രോഗം ആദ്യമായി കാണപ്പെട്ടത് ഏത് രാജ്യത്താണ്? ജപ്പാൻ. മിനമാത രോഗം ആദ്യമായി കാണപ്പെട്ടത് ഏത് രാജ്യത്താണ്? ജപ്പാൻ. ശരീരത്തിലുണ്ടാകുന്ന അണുബാധ കാരണം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കം നെഫ്രൈറ്റിസ്. ശരീരത്തിലുണ്ടാകുന്ന അണുബാധ കാരണം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കം നെഫ്രൈറ്റിസ്. ലോകത്താദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ച വ്യക്തി മാർഗരറ്റ് കീനൻ. ലോകത്താദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ച വ്യക്തി മാർഗരറ്റ് കീനൻ. ലോകത്താദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ച പുരുഷൻ വില്യം ഷേക്സ്പിയർ. ലോകത്താദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ച പുരുഷൻ വില്യം ഷേക്സ്പിയർ. മന്ദരോഗം തകരാറിലാക്കുന്നത് ഏത് ശരീര സംവിധാനത്തെയാണ്? ലസിക വ്യവസ്ഥ ലിംഫാറ്റിക് സിസ്റ്റം. മന്ദരോഗം തകരാറിലാക്കുന്നത് ഏത് ശരീര സംവിധാനത്തെയാണ്? ലസിക വ്യവസ്ഥ ലിംഫാറ്റിക് സിസ്റ്റം. രക്തത്തിൻ്റെ ദ്രാവക ഭാഗം പ്ലാസ്മ. രക്തത്തിൻ്റെ ദ്രാവക ഭാഗം പ്ലാസ്മ. മനുഷ്യൻ്റെ ഒരു വൃക്കയുടെ ശരാശരി ഭാരം എത്ര ഗ്രാം ആണ്? 130. മനുഷ്യൻ്റെ ഒരു വൃക്കയുടെ ശരാശരി ഭാരം എത്ര ഗ്രാമാണ്? 130. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രന്ഥി പാൻക്രിയാസ്. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രന്ഥി പാൻക്രിയാസ്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ. ഏതുതരം ദർപ്പണമാണ് ദന്ത ഡോക്ടർമാർ ഉപയോഗിക്കുന്നത്? കോൺകേവ് മിറർ. ഏതുതരം ദർപ്പണമാണ് ദന്ത ഡോക്ടർമാർ ഉപയോഗിക്കുന്നത്? കോൺകേവ് മിറർ. മഴവില്ലിൽ ഏറ്റവും അകത്തായി കാണപ്പെടുന്ന നിറം വയലറ്റ്. മഴവില്ലിൽ ഏറ്റവും അകത്തായി കാണപ്പെടുന്ന നിറം വയലറ്റ്. ഡോപ്ലർ ഇഫക്റ്റ് കൃത്യമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ക്രിസ്ത്യൻ ഡോപ്ലർ. ഡോപ്ലർ ഇഫക്റ്റ് കൃത്യമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ക്രിസ്ത്യൻ ഡോപ്ലർ. പോലീസ് നായയുടെ സഹായത്താൽ കുറ്റവാളികളെ പിടികൂടാൻ പോലീസ് ഉപയോഗിക്കുന്ന വിസിലിൻ്റെ പേര് ഗാൾട്ടൺ വിസില്. പോലീസ് നായയുടെ സഹായത്താൽ കുറ്റവാളികളെ പിടികൂടാൻ പോലീസ് ഉപയോഗിക്കുന്ന വിസിലിൻ്റെ പേര് ഗാൾട്ടൺ വിസില്. വ്യത്യസ്ത പിണ്ഡമുള്ള 2 വസ്തുക്കളുടെ നിർബാധ പതനം ഒരേ വേഗത്തിലായിരിക്കും എന്ന് ആദ്യമായി വാദിച്ചതാര്? ഗലീലിയോ. വ്യത്യസ്ത പിണ്ഡമുള്ള 2 വസ്തുക്കളുടെ നിർബാധ പതനം ഒരേ വേഗത്തിലായിരിക്കും എന്ന് ആദ്യമായി വാദിച്ചതാര്? ഗലീലിയോ. ഭൂഗുരുത്വ സ്ഥിരാങ്കത്തിൻ്റെ യൂണിറ്റ് എന്ത്? ന്യൂട്ടൺ മീറ്റർ പ്രതി കിലോഗ്രാം സ്ക്വയർ. ഭൂഗുരുത്വ സ്ഥിരാങ്കത്തിൻ്റെ യൂണിറ്റ് എന്ത്? ന്യൂട്ടൺ മീറ്റർ പെർ കിലോഗ്രാം സ്ക്വയർ. സൂര്യൻ്റെ താപനില അളക്കുന്ന ഉപകരണം പൈറോ ഹീലിയോമീറ്റർ. സൂര്യൻ്റെ താപനില അളക്കുന്ന ഉപകരണം പൈറോ ഹീലിയോമീറ്റർ. ഫാരൻഹീറ്റ് സ്കെയിലിൽ കേവല പൂജ്യത്തിൻ്റെ മൂല്യം -459.67 ഡിഗ്രി ഫാരൻഹീറ്റ്. ഫാരൻഹീറ്റ് സ്കെയിലിൽ കേവല പൂജ്യത്തിൻ്റെ മൂല്യം -459.67 ഡിഗ്രി ഫാരൻഹീറ്റ്. കെൽവിൻ സ്കെയിലിൽ മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില എത്രയാണ്? 310.05.
കെൽവിൻ സ്കെയിലിൽ മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില എത്രയാണ്? 310.05. ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകം അമോണിയ. ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകം അമോണിയ. വജ്രത്തിൽ കാർബൺ ആറ്റങ്ങൾ എപ്രകാരമാണ് ക്രമീകരിക്കുന്നത്? ടെട്രാ ഹൈഡ്രൽ ലാറ്റിസ്. വജ്രത്തിൽ കാർബൺ ആറ്റങ്ങൾ എപ്രകാരമാണ് ക്രമീകരിക്കുന്നത്? ടെട്രാഹൈഡ്രൽ ലാറ്റിസ്. മീറ്ററിൻ്റെ അന്താരാഷ്ട്ര മാനദണ്ഡമായി കണക്കാക്കുന്ന സ്കെയിൽ നിർമ്മിക്കാൻ ഉപയോഗിച്ച ലോഹസങ്കരത്തിലെ ഘടകങ്ങൾ പ്ലാറ്റിനം, ഇറിഡിയം. മീറ്ററിൻ്റെ അന്താരാഷ്ട്ര മാനദണ്ഡമായി കണക്കാക്കുന്ന സ്കെയിൽ നിർമ്മിക്കാൻ ഉപയോഗിച്ച ലോഹസങ്കരത്തിലെ ഘടകങ്ങൾ പ്ലാറ്റിനം, ഇറിഡിയം. മുട്ടത്തോട് മൃദുലമാക്കാൻ കഴിയുന്ന ആസിഡ് അസറ്റിക് ആസിഡ്. മുട്ടത്തോട് മൃദുലമാക്കാൻ കഴിയുന്ന ആസിഡ് അസറ്റിക് ആസിഡ്. ഉരുക്കിനോളം ബലമുള്ള ഗ്ലാസിനമേത്? ഫൈബർ ഗ്ലാസ്. ഉരുക്കിനോളം ബലമുള്ള ഗ്ലാസിനം ഫൈബർ ഗ്ലാസ്. രസതന്ത്രത്തിലെ കടുവ എന്നറിയപ്പെടുന്ന മൂലകം ഫ്ലൂറിൻ. രസതന്ത്രത്തിലെ കടുവ എന്നറിയപ്പെടുന്ന മൂലകം ഫ്ലൂറിൻ. നിർവീര്യ ലായനിയുടെ pH മൂല്യം എത്രയാണ്? 7. നിർവീര്യ ലായനികളുടെ pH മൂല്യം എത്രയാണ്? 7. പഞ്ചസാര ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ വകഭേദം ചാർക്കോള്. പഞ്ചസാര ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ വകഭേദം ചാർക്കോള്. ഇന്ത്യയിലെ പ്രധാന കുന്നുകളും സംസ്ഥാനങ്ങളും. മലനിരകൾ അല്ലെങ്കിൽ കുന്നുകൾ. സംസ്ഥാനം രാജ്പിപ്ല കുന്നുകൾ, ഗിർനാർ മലനിരകൾ ഗുജറാത്ത്, ഹരിശ്ചന്ദ്ര മലനിരകൾ, ബാലാഘട്ട് മലനിരകൾ മഹാരാഷ്ട്ര, ബാബാ ബുദൻ കുന്നുകൾ കർണാടക, കാർഡമം ഹിൽസ് ഏലമല കേരളം തമിഴ്നാട്, പളനി ഷെവറോയ് ജാവടി മലനിരകൾ തമിഴ്നാട്, പാൽക്കൊണ്ട നല്ലമല ശേഷാചലം ആന്ധ്രാപ്രദേശ്, കൈമൂർ മലനിരകൾ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, രാജ്മഹൽ കുന്നുകൾ ജാർഖണ്ഡ്, മൈക്കാൽ മലനിരകൾ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, മഹാദേവ് ഹിൽസ് മധ്യപ്രദേശ്, ഗാരോ ഖാസി ജയന്തിയ കുന്നുകൾ മേഘാലയ. ഇതിൽ മിക്കപ്പോഴും ചോദിക്കുന്ന പ്രീവിയസ് ഇയറിൽ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. കാർഡമ ഹിൽസ് അത് കേരളം തമിഴ്നാട്, പിന്നെ രാജ്മഹൽ കുന്നുകൾ ജാർഖണ്ഡ്, പിന്നെ ഗാരോ ഖാസി ജയന്തിയ കുന്നുകൾ മേഘാലയ. ഇത് പിന്നെ മൈക്കല നിരകൾ മധ്യപ്രദേശ് ഛത്തീസ്ഗഡിലായിട്ടാണ്. ഗാരോ ഖാസി ജയന്തിയ കുന്നുകൾ ഈ 3 മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം. പിന്നെ ബാബുദാൻ കുന്നുകൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോറി, 4 ഉണ്ട് ഇതിനകത്ത്. ബാബുദാൻ കുന്നുകൾ കർണാടക. ഈ 4 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ മിക്കപ്പോഴും ചോദിക്കുന്നതാണ് രാജ്മഹൽ കുന്നുകൾ ജാർഖണ്ഡ്, ഗാരോ ഖാസി ജയന്തിയ കുന്നുകൾ മേഘാലയ. ഇത് രണ്ടും എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? മലനിരകൾ അല്ലെങ്കിൽ കുന്നുകൾ സംസ്ഥാനം രാജ്പിപ്ല കുന്നുകൾ, ഗിർനാർ മലനിരകൾ ഗുജറാത്ത്, ഹരിശ്ചന്ദ്ര മലനിരകൾ, ബാലാഘട്ട് മലനിരകൾ മഹാരാഷ്ട്ര, ബാബുദാൻ അല്ല കേട്ടോ, ബാബാ ബുദാൻ കുന്നുകൾ കർണാടക. ബാബാ ബുദാൻ കുന്നുകൾ കർണാടക. കാർഡമം ഹിൽസ് ഏലമല കേരളം തമിഴ്നാട്, പളനി ഷെവറോയ് ജാവടി മലനിരകൾ തമിഴ്നാട്, പാൽക്കൊണ്ട നല്ലമല ശേഷാചലം ആന്ധ്രാപ്രദേശ്, കൈമൂർ മലനിരകൾ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, രാജ്മഹൽ കുന്നുകൾ ജാർഖണ്ഡ്, മൈക്കാൽ മലനിരകൾ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, മഹാദേവ് ഹിൽസ് മധ്യപ്രദേശ്, ഗാരോ ഖാസി ജയന്തിയ കുന്നുകൾ മേഘാലയ. ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണം. ഓക്കെ, ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തിൻ്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കത്തെയാണ് സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത്. 1951 മുതൽ ആസൂത്രണ പ്രക്രിയ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ്. അപ്പോൾ ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണം എന്താണ്? ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തിൻ്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കത്തെയാണ് സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത്. 1951 മുതൽ ആസൂത്രണ പ്രക്രിയ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ്. ആസൂത്രണത്തിൻ്റെ നാൾവഴികൾ. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ആസൂത്രണ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ആരംഭിച്ചിരുന്നു. ദശവർഷ പദ്ധതി 1934 എം വിശ്വേശ്വരയ്യ, ദേശീയ ആസൂത്രണ കമ്മിറ്റി 1938 ജവഹർലാൽ നെഹ്റു,
ബോംബെ പ്ലാൻ 1944 JRD ടാറ്റ, ഗാന്ധിയൻ പ്ലാൻ 1944 SN അഗർവാൾ, പീപ്പിൾസ് പ്ലാൻ 1945 MN റോയി, ആസൂത്രണ കമ്മീഷൻ 1950. ആസൂത്രണത്തിൻ്റെ നാൾവഴികൾ. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ആസൂത്രണ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ആരംഭിച്ചിരുന്നു. ദശവർഷ പദ്ധതി 1934 വിശ്വേശ്വരയ്യ, ദേശീയ ആസൂത്രണ കമ്മിറ്റി 1938 ജവഹർലാൽ നെഹ്റു, ബോംബെ പ്ലാന് 1944 JRD ടാറ്റ, ഗാന്ധിയൻ പ്ലാന് 1944 SN അഗർവാൾ, പീപ്പിൾസ് പ്ലാന് 1945 MN റോയി, ആസൂത്രണ കമ്മീഷൻ 1950. PC മഹലനോബിസ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി. PC മഹലനോബിസ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി. വിശ്വേശ്വരയ്യ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ പിതാവ്. വിശ്വേശ്വരയ്യ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ പിതാവ്. ആസൂത്രണ കമ്മീഷൻ 2014 വരെ തുടർന്നു. നിലവിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നീതി ആയോഗാണ്. നീതി ആയോഗ്. ആസൂത്രണ കമ്മീഷന് പകരമായി നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 സാമ്പത്തിക വളർച്ച, സാമൂഹിക ക്ഷേമം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിലൂടെ ഇന്ത്യയെ രൂപാന്തരപ്പെടുത്തുക എന്നതാണ് നീതി ആയോഗ് ലക്ഷ്യം വയ്ക്കുന്നത്. നീതി ആയോഗിൻ്റെ ഘടന. അധ്യക്ഷൻ പ്രധാനമന്ത്രി, എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും അംഗങ്ങൾ, പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഉപാധ്യക്ഷൻ, 2 പാർട്ട് ടൈം അംഗങ്ങളും 4 അനൗദ്യോഗിക അംഗങ്ങളും, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാർ അനൗദ്യോഗിക അംഗങ്ങൾ. BVR സുബ്രഹ്മണ്യം, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, നീതി ആയോഗ്. സുമൻ ബെറി, വൈസ് ചെയർപേഴ്സൺ, നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ഇപ്പോൾ നിലവിലത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ 2014 വരെ തുടർന്നു. നിലവിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നീതി ആയോഗാണ്. നീതി ആയോഗ്. ആസൂത്രണ കമ്മീഷന് പകരമായി നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. അപ്പം നീതി ആയോഗ് നിലവിൽ വന്നത് മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എന്നാണ് 2015 ജനുവരി 1. ആസൂത്രണ കമ്മീഷന് പകരമായിട്ടാണ് നീതി ആയോഗ് 2015 ജനുവരി 1 നിലവിൽ വന്നത്. സാമ്പത്തിക വളർച്ച, സാമൂഹിക ക്ഷേമം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിലൂടെ ഇന്ത്യയെ രൂപാന്തരപ്പെടുത്തുക എന്നതാണ് നീതി ആയോഗ് ലക്ഷ്യം വയ്ക്കുന്നത്. നീതി ആയോഗിൻ്റെ ഘടന. അധ്യക്ഷൻ പ്രധാനമന്ത്രി. ഇപ്പോൾ നിലവിൽ അത് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും അംഗങ്ങൾ, പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഉപാധ്യക്ഷൻ, 2 പാർട്ട് ടൈം അംഗങ്ങളും 4 അനൗദ്യോഗിക അംഗങ്ങളും, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാർ അനൗദ്യോഗിക അംഗങ്ങൾ. ഇപ്പോൾ നിലവിൽ നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BVR സുബ്രഹ്മണ്യമാണ്. ഇപ്പോൾ നിലവിൽ നീതി ആയോഗിൻ്റെ വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറിയാണ്. അപ്പോൾ ഈ 3 പേരെ ഓർത്തോണേ. നീതി ആയോഗ് എന്ന് പറയുമ്പം നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO BVR സുബ്രഹ്മണ്യം, നീതി ആയോഗിൻ്റെ വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറി, അതായത് ഉപാധ്യക്ഷൻ. കത്തുന്ന കല്ല് എന്ന് ചൈനക്കാർ വിശേഷിപ്പിച്ചിരുന്നത് എന്തിനെയാണ്? കൽക്കരി. കത്തുന്ന കല്ലെന്ന് ചൈനക്കാർ വിശേഷിപ്പിച്ചിരുന്നത് എന്തിനെയാണ്? കൽക്കരിനെ. ക്ലോറിൻ ഒരു മൂലകമാണെന്ന് തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ ഹംഫ്രി ഡേവി. ക്ലോറിൻ ഒരു മൂലകമാണെന്ന് തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ ഹംഫ്രി ഡേവി. വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗമേറിയ മെമ്മറി ക്യാഷെ. വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗമേറിയ മെമ്മറി ക്യാഷെ. ഒന്നിലധികം കമ്പ്യൂട്ടറുകളിൽ വ്യാപകമായി കളിക്കപ്പെട്ട ആദ്യത്തെ കമ്പ്യൂട്ടർ ഗെയിം സ്പേസ് വാർ. ഒന്നിലധികം കമ്പ്യൂട്ടറുകളിൽ വ്യാപകമായി കളിക്കപ്പെട്ട ആദ്യത്തെ കമ്പ്യൂട്ടർ ഗെയിം സ്പേസ് വാർ. അൽഗോരിതത്തിനെ ചിത്രം വഴി പ്രതിനിധാനം ചെയ്യുന്ന രീതി ഫ്ലോ ചാർട്ട്. അൽഗോരിതത്തിനെ ചിത്രം വഴി പ്രതിനിധാനം ചെയ്യുന്ന രീതി ഫ്ലോ ചാർട്ട്. കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായം ബൈനറി സമ്പ്രദായം. കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായം ബൈനറി സമ്പ്രദായം. ബിറ്റ് എന്നത് എന്തിൻ്റെ ചുരുക്കരൂപമാണ്? ബൈനറി ഡിജിറ്റ്.
ബിറ്റ് എന്നത് എന്തിൻ്റെ ചുരുക്കരൂപമാണ്? ബൈനറി ഡിജിറ്റ്. അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കുന്ന പ്രക്രിയ ഡീമോഡുലേഷൻ. അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കുന്ന പ്രക്രിയ ഡീമോഡുലേഷൻ. ഇൻഫർമേഷനെ പ്രതിനിധാനം ചെയ്യുന്ന ഏറ്റവും ലഘുവായ ഘടകം ബിറ്റ്. ഇൻഫർമേഷനെ പ്രതിനിധാനം ചെയ്യുന്ന ഏറ്റവും ലഘുവായ ഘടകം ബിറ്റ്. GUI എന്നതിൻ്റെ പൂർണ്ണരൂപം ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. GUI എന്നതിൻ്റെ പൂർണ്ണരൂപം ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. പ്രോഗ്രാമിംഗ് യുക്തിയുടെ ആസൂത്രണത്തിലെ അപാകങ്ങൾ കാരണം ഉണ്ടാകുന്ന എറർ ലോജിക്കൽ എറർ. പ്രോഗ്രാമിംഗ് യുക്തിയുടെ ആസൂത്രണത്തിലെ അപാകങ്ങൾ കാരണം ഉണ്ടാകുന്ന എറർ ലോജിക്കൽ എറർ. ഇൻ്റർനെറ്റിലെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് വെബി പുരസ്കാരം. ഇൻ്റർനെറ്റിലെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് വെബി പുരസ്കാരം. മാരി തെയ്യത്തിന് പ്രസിദ്ധമായ കാവുകൾ പ്രധാനമായും കാണപ്പെടുന്ന ജില്ലകൾ കാസർഗോഡ്, കണ്ണൂർ. മാരി തെയ്യത്തിന് പ്രസിദ്ധമായ കാവുകൾ പ്രധാനമായും കാണപ്പെടുന്ന ജില്ലകൾ കാസർഗോഡ്, കണ്ണൂർ. പാന ഏത് ദേവതയെ പ്രീതിപ്പെടുത്താൻ നടത്തുന്ന അനുഷ്ഠാന കലാരൂപമാണ്? ഭദ്രകാളി. പാന ഏത് ദേവതയെ പ്രീതിപ്പെടുത്താൻ നടത്തുന്ന അനുഷ്ഠാന കലാരൂപമാണ്? ഭദ്രകാളി. മാർഗം കളിക്കാരുടെ മധ്യത്തിൽ കത്തിച്ചു വച്ചിരിക്കുന്ന നിലവിളക്ക് ആരെ സങ്കല്പിച്ചു ഉള്ളതാണ്? ക്രിസ്തു. മാർഗം കളിക്കാരുടെ മധ്യത്തിൽ കത്തിച്ചു വച്ചിരിക്കുന്ന നിലവിളക്ക് ആരെ സങ്കല്പിച്ചുള്ളതാണ്? ക്രിസ്തുവിനെ. മുടിയേറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് കാളിവേഷം കെട്ടുന്ന കലാകാരൻ ധരിക്കുന്ന വലിയ കിരീടം ഏതു പേരിൽ അറിയപ്പെടുന്നു? മുടി. ഇതാണ് മുടിയേറ്റ് എന്ന പേരിന് അടിസ്ഥാനമായത്. മുടിയേറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് കാളിവേഷം കെട്ടുന്ന കലാകാരൻ ധരിക്കുന്ന വലിയ കിരീടം ഏതു പേരിൽ അറിയപ്പെടുന്നു? മുടി. ഇതാണ് മുടിയേറ്റ് എന്ന പേരിന് അടിസ്ഥാനമായത്. ചലച്ചിത്ര രംഗവും പുസ്തകങ്ങളും. MT ഒരു അനുയാത്ര ജോൺ പോള്. അനുഭവങ്ങൾ ഓർമ്മകൾ സത്യൻ. അഭിനയം അനുഭവം ഭരത് ഗോപി. ഓർമ്മക്കായലിൽ ശാരദ. കഥ തുടരും KPC ലളിത. ക്യാൻസർ വാർഡിലെ ചിരി ഇന്നസെൻ്റ്. ഇന്നസെൻറ്റിന് ക്യാൻസർ രോഗം ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാൻസർ വാർഡിലെ ചിരി ഇന്നസെൻ്റ്. ചമയങ്ങളില്ലാതെ അനുഭവക്കുറിപ്പുകൾ മമ്മൂട്ടി. ചമയങ്ങളില്ലാതെ ആത്മകഥ എഴുതിയത് ചമയങ്ങളില്ലാതെ എന്ന ആത്മകഥ തിക്കുറിശി സുകുമാരൻ നായരുടെയാണ്. ചമയങ്ങളില്ലാതെ അനുഭവക്കുറിപ്പുകളാണെങ്കിൽ അത് മമ്മൂട്ടി എഴുതിയത്. ഓക്കെ. ചിത്രം ചലച്ചിത്രം മങ്കട രവിവർമ്മ. ചിരിക്ക് പിന്നിൽ ആത്മകഥ ഇന്നസെൻറ്റിൻ്റെ ആത്മകഥ ചിരിക്ക് പിന്നിൽ. ഫ്ലാഷ് ബാക്ക് എൻ്റെയും സിനിമയുടെയും KG ജോർജ്. മറക്കില്ലൊരിക്കലും ഷീല. മലയാള സിനിമയിലെ വാണവരും വീണവരും ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ. മലയാള സിനിമയുടെ ചരിത്രം വിജയകൃഷ്ണൻ. സിനിമ മുതൽ സിനിമ വരെ അടൂർ ഗോപാലകൃഷ്ണൻ. സിനിമയുടെ ലോകം അടൂർ ഗോപാലകൃഷ്ണൻ. സിനിമയുടെ വർത്തമാനം ശ്രീനിവാസൻ. സിനിമയുടെ വഴിത്താരകൾ വിജയകൃഷ്ണൻ. ഈ സിനിമയുടെ ലോകം മുമ്പ് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ആരുടെയാണ്? അടൂർ ഗോപാലകൃഷ്ണൻ്റെയാണ് സിനിമയുടെ ലോകം. ഓക്കെ. അപ്പോൾ ചലച്ചിത്ര രംഗവും പുസ്തകങ്ങളും. MT ഒരു അനുയാത്ര ജോൺ പോള്. അനുഭവങ്ങൾ ഓർമ്മകൾ സത്യൻ. അഭിനയം അനുഭവം ഭരത് ഗോപി. ഓർമ്മക്കായലിൽ ശാരദ. കഥ തുടരും KPC ലളിത. കഥ തുടരും KPC ലളിത. ക്യാൻസർ വാർഡിലെ ചിരി ഇന്നസെൻ്റ്. ചമയങ്ങളില്ലാതെ അനുഭവക്കുറിപ്പുകൾ മമ്മൂട്ടി. ചമയങ്ങളില്ലാതെ ആത്മകഥ തിക്കുറിശി സുകുമാരൻ നായർ. ചിത്രം ചലച്ചിത്രം മങ്കട രവിവർമ്മ. ചിരിക്ക് പിന്നിൽ ആത്മകഥ ഇന്നസെൻറ്റിൻ്റെ ആത്മകഥയാണ് ചിരിക്ക് പിന്നിൽ. ഫ്ലാഷ് ബാക്ക് എൻ്റെയും സിനിമയുടെയും KG ജോർജ്. മറക്കില്ലൊരിക്കലും ഷീല. മലയാള സിനിമയിലെ വാണവരും വീണവരും ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ. മലയാള സിനിമയുടെ ചരിത്രം വിജയകൃഷ്ണൻ. സിനിമ മുതൽ സിനിമ വരെ അടൂർ ഗോപാലകൃഷ്ണൻ. സിനിമയുടെ ലോകം അടൂർ ഗോപാലകൃഷ്ണൻ. സിനിമയുടെ വർത്തമാനം ശ്രീനിവാസൻ. സിനിമയുടെ വഴിത്താരകൾ വിജയകൃഷ്ണൻ. കേരളത്തിലെ ഉത്സവങ്ങളും ജില്ലകളും. സ്വാതി സംഗീത ഉത്സവം. വെട്ടുകാട് പെരുന്നാൾ. ആറ്റുകാൽ പൊങ്കാല. നിശാഗന്ധി നൃത്തോത്സവം. ഭീമാപ്പള്ളി ഉറൂസ് തിരുവനന്തപുരം. ഓച്ചിറകളി 12 വിളക്ക് കൊല്ലം. മാരാമൺ കൺവെൻഷൻ പത്തനംതിട്ട. മാരാമൺ കൺവെൻഷൻ മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. മാരാമൺ കൺവെൻഷൻ എവിടെയാണ് നടക്കുന്നതെന്ന്? പത്തനംതിട്ട ജില്ലയിൽ. ചെട്ടിക്കുളങ്ങര ഭരണി. മണ്ണറശാറ ആയില്യം. അർത്തുങ്കൽ പെരുന്നാൾ ആലപ്പുഴ. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എരുമേലി പേട്ടതുള്ളൽ വൈക്കം അഷ്ടമി കോട്ടയം. അത്തം ഘോഷയാത്ര എറണാകുളം തൃപ്പൂണിത്തറ. മലയാറ്റൂർ പെരുന്നാൾ എറണാകുളം. ആലുവ ശിവരാത്രി എറണാകുളം. ആലുവ മണപ്പുറം.
കാഞ്ഞിരമറ്റം കൊടിക്കുത്ത് എറണാകുളം, ഉത്രാളിക്കാവ് പൂരം തൃശ്ശൂർ പൂരം, ആറാട്ടുപുഴ പൂരം, പെരുവനം പൂരം, മച്ചാട്ട് മാമാങ്കം, ഗുരുവായൂർ ഏകാദശി തൃശ്ശൂർ. ഇതിൽ ആറാട്ടുപുഴ പൂരം, മച്ചാട്ട് മാമാങ്കം, തൃശ്ശൂർ പൂരം ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ എവിടെയാണ് നടക്കുന്നത്? തൃശ്ശൂർ. കൽപ്പാത്തി രഥോത്സവം, നെന്മാറ വേല, പരിയാമ്പറ്റ പൂരം, ചിനക്കത്തൂർ പൂരം പാലക്കാട്. ഈ ചിനക്കത്തൂർ പൂരം, കൽപ്പാത്തി രഥോത്സവമൊക്കെ PSC മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. കൊണ്ടോട്ടി നേർച്ച മലപ്പുറം, കൊട്ടിയൂർ വൈശാഖ മഹോത്സവം കണ്ണൂർ. ദേവസ്വം ബോർഡ് എക്സാം എഴുതുന്നവരൊക്കെ ആണെങ്കിൽ ഇത് ഫുള്ള് തന്നെ പഠിച്ചോണം കേട്ടോ. അല്ലാത്തവരും പഠിക്കുക, എല്ലാവരും പഠിക്കുക. അവരിത് പ്രത്യേകം പഠിച്ചോണം. കേരളത്തിലെ ഉത്സവങ്ങളും ജില്ലകളും. സ്വാതി സംഗീത ഉത്സവം, വെട്ടുകാട് പെരുന്നാൾ, ആറ്റുകാൽ പൊങ്കാല, നിശാഗന്ധി നൃത്ത ഉത്സവം, ഭീമാപ്പള്ളി ഉറൂസ് തിരുവനന്തപുരം. ആറ്റുകാൽ പൊങ്കാലയൊക്കെ മിക്കപ്പോഴും ചോദിക്കുന്ന, ഈ 10th ലെവൽ എക്സാമിനൊക്കെ LGS പോലെയുള്ള എക്സാമിനൊക്കെ ചോദിക്കുന്ന, അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ആറ്റുകാൽ പൊങ്കാല എല്ലാവർക്കും അറിയാമല്ലേ? അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരത്താണ്. ഓച്ചിറക്കളി 12 വിളക്ക് കൊല്ലം, മാരാമൺ കൺവെൻഷൻ പത്തനംതിട്ട, ചെട്ടിക്കുളങ്ങര ഭരണി, മണ്ണാറശാറ ആയില്യം അർത്തുങ്കൽ പെരുന്നാൾ ആലപ്പുഴ, എരുമേലി പേട്ടതുള്ളൽ വൈക്ക അഷ്ടമി കോട്ടയം, അത്തം ഘോഷയാത്ര എറണാകുളം തൃപ്പൂണിത്തറ, മലയാറ്റൂർ പെരുന്നാൾ എറണാകുളം, ആലുവ ശിവരാത്രി എറണാകുളം, ആലുവ മണപ്പുറം, കാഞ്ഞിരമറ്റം കൊടിക്കുത്ത് എറണാകുളം, ഉത്രാളിക്കാവ് പൂരം തൃശ്ശൂർ പൂരം, ആറാട്ടുപുഴ പൂരം, പെരുവനം പൂരം, മച്ചാട്ട് മാമാങ്കം, ഗുരുവായൂർ ഏകാദശി തൃശ്ശൂർ, കൽപ്പാത്തി രഥോത്സവം, നെന്മാറ വേല, പരിയാമ്പറ്റ പൂരം, ചിനക്കത്തൂർ പൂരം പാലക്കാട്, കൊണ്ടോട്ടി നേർച്ച മലപ്പുറം, കൊട്ടിയൂർ വൈശാഖ മഹോത്സവം കണ്ണൂർ. ആണിനും പെണ്ണിനും ഒരേ വേദിയിൽ ജോഡികളായി അഭിനയിക്കാം എന്ന പ്രത്യേകത ഉള്ള കേരളീയ നൃത്തരൂപം കേരള നടനം. ആണിനും പെണ്ണിനും ഒരേ വേദിയിൽ ജോഡികളായി അഭിനയിക്കാം എന്ന പ്രത്യേകതയുള്ള കേരളീയ നൃത്തരൂപം കേരള നടനം. കൂടിയാട്ടം അരങ്ങേറുന്ന കൂത്തമ്പലത്തിനുള്ളിലെ പരമ്പരാഗത വിളക്ക് ഏതു പേരിൽ അറിയപ്പെടുന്നു? കളിവിളക്ക്. കൂടിയാട്ടം അരങ്ങേറുന്ന കൂത്തമ്പലത്തിലെ നുള്ളിലെ പരമ്പരാഗത വിളക്ക് ഏതു പേരിൽ അറിയപ്പെടുന്നു? കളിവിളക്ക്. ഗദ്ദികയെ ഒരു സാമൂഹിക കലാരൂപമായി മാറ്റിയതാരാണ്? PK കാളൻ. ഇത് ഒത്തിരി പ്രാവശ്യം PC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഗദ്ദികയെ ഒരു സാമൂഹിക കലാരൂപമായി മാറ്റിയതാരാണ്? PK കാളൻ. ഗദ്ദികയുമായി ബന്ധപ്പെട്ട കലാകാരനാരാണെന്നൊക്കെ ചോദിച്ചു. PK കാളൻ. ഗുരു ഗോപിനാഥ് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ സ്ഥാപിച്ച പ്രശസ്തമായ നൃത്ത പഠന കേന്ദ്രം ഏത്? വിശ്വകലാ കേന്ദ്രം. ഗുരു ഗോപിനാഥ് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ സ്ഥാപിച്ച പ്രശസ്തമായ നൃത്ത പഠന കേന്ദ്രം വിശ്വകലാ കേന്ദ്രം. ചാക്യാർകൂത്തിൽ ചാക്യാർ ഉപയോഗിക്കുന്ന വസ്ത്രധാരണ രീതിക്ക് പറയുന്ന പേര്? കപടവേഷം. ചാക്യാർകൂത്തിൽ ചാക്യാർ ഉപയോഗിക്കുന്ന വസ്ത്രധാരണ രീതിക്ക് പറയുന്ന പേര് കപടവേഷം. മോഹിനിയാട്ടം പരമ്പരാഗതമായി ഏത് സംഗീത സമ്പ്രദായമാണ് ഉപയോഗിക്കുന്നത്? കർണാടക സംഗീതം. മോഹിനിയാട്ടം പരമ്പരാഗതമായി ഏത് സംഗീത സമ്പ്രദായമാണ് ഉപയോഗിക്കുന്നത്? കർണാടക സംഗീതം. ഒളിമ്പിക് ഗീതം ആദ്യമായി ആലപിച്ചത് ഏത് ഒളിമ്പിക്സിലാണ്? 1896 പ്രഥമ ഒളിമ്പിക്സിൽ. ഒളിമ്പിക് ഗീതം ആദ്യമായി ആലപിച്ചത് ഏത് ഒളിമ്പിക്സിലാണ്? 1896 പ്രഥമ ഒളിമ്പിക്സിൽ. പ്രഥമ ഒളിമ്പിക്സ്, ആദ്യത്തെ ഒളിമ്പിക്സ് നടന്നത് 1896. അതെപ്പോഴും ചോദിക്കാറുണ്ട്. ആദ്യത്തെ ഒളിമ്പിക്സ് നടന്ന വർഷം 1896. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഒളിമ്പിക് ഗീതത്തെ അംഗീകരിച്ച വർഷം 1958. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഒളിമ്പിക് ഗീതത്തെ അംഗീകരിച്ച വർഷം 1958. ആദ്യ ഒളിമ്പിക്സിലെ ആദ്യ മത്സര ഇനം ഏതായിരുന്നു? 100 മീറ്റർ ഓട്ടം. ആദ്യ ഫൈനൽ ട്രിപ്പിൾ ജമ്പ് ആയിരുന്നു. ആദ്യ ഒളിമ്പിക്സിലെ ആദ്യ മത്സര ഇനം ഏതായിരുന്നു? 100 മീറ്റർ ഓട്ടം. ആദ്യ ഫൈനൽ ട്രിപ്പിൾ ജമ്പ് ആയിരുന്നു. ആധുനിക ഒളിമ്പിക്സിലെ ആദ്യത്തെ മെഡൽ ജേതാവായ ജെയിംസ് കൊണോലിയുടെ മത്സര ഇനം ട്രിപ്പിൾ ജമ്പ്. ആധുനിക ഒളിമ്പിക്സിലെ ആദ്യത്തെ മെഡൽ ജേതാവായ ജെയിംസ് കൊണോലിയുടെ മത്സര ഇനം ട്രിപ്പിൾ ജമ്പ്. ആദ്യ ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തത് ആര്? ഗ്രീസിലെ ജോർജ് 1 രാജാവ്. ആദ്യ ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തത് ഗ്രീസിലെ ജോർജ് 1 രാജാവ്. എത്ര വർഷം കൂടുമ്പോഴാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്? 4. എത്ര വർഷം കൂടുമ്പോഴാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്? 4. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത? കമൽജിത്ത് സന്ധു. 1970. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത കമൽജിത്ത് സന്ധു 1970. ദക്ഷിണേഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തിരുന്ന രാജ്യങ്ങൾ? ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലദ്വീപ്, ഭൂട്ടാൻ, നേപ്പാൾ.
ദക്ഷിണേഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തിരുന്ന രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലദ്വീപ്, ഭൂട്ടാൻ, നേപ്പാൾ. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ആദ്യമായി ദ്രോണാചാര്യ അവാർഡിന് അർഹനായത് ദേശപ്രേം ആസാദ് 1986. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ആദ്യമായി ദ്രോണാചാര്യ അവാർഡിന് അർഹനായത് ദേശപ്രേം ആസാദ്. കായിക മേഖലയിൽ നിന്ന് പത്മവിഭൂഷൺ നേടിയ ആദ്യ വ്യക്തി വിശ്വനാഥൻ ആനന്ദ്. കായിക മേഖലയിൽ നിന്ന് പത്മവിഭൂഷൺ നേടിയ ആദ്യ വ്യക്തി വിശ്വനാഥൻ ആനന്ദ്. പെരുമാൾ തിരുമൊഴി രചിച്ചതാര്? കുലശേഖര ആഴ്വാർ. പെരുമാൾ തിരുമൊഴി രചിച്ചതാര്? കുലശേഖര ആഴ്വാർ. കൈരളിയുടെ കഥ രചിച്ചത് എൻ കൃഷ്ണപിള്ള. കൈരളിയുടെ കഥ രചിച്ചത് എൻ കൃഷ്ണപിള്ള. സി വി രാമൻ പിള്ള രചിച്ച സാമൂഹിക നോവൽ പ്രേമാമൃതം. സി വി രാമൻ പിള്ള രചിച്ച സാമൂഹിക നോവൽ പ്രേമാമൃതം. കുഞ്ഞെ മുലപ്പാൽ കുടിക്കരുത് എന്ന കവിത രചിച്ചതാര്? കടമ്മനിട്ട രാമകൃഷ്ണൻ. കുഞ്ഞെ മുലപ്പാൽ കുടിക്കരുത് എന്ന കവിത രചിച്ചത് കടമ്മനിട്ട രാമകൃഷ്ണൻ. ചിറ്റൂരിൽ താമസിക്കുന്നതിന് എഴുത്തച്ഛനെ പ്രേരിപ്പിച്ചതാര്? ചെമ്പത്ത് മന്നാടിയാർ. ചിറ്റൂരിൽ താമസിക്കുന്നതിന് എഴുത്തച്ഛനെ പ്രേരിപ്പിച്ചതാര്? ചെമ്പത്ത് മന്നാടിയാർ. ഉമാ കേരളത്തിന് അവതാരിക എഴുതിയതാര്? കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. ഉമാ കേരളത്തിന് അവതാരിക എഴുതിയത് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. ക്രൈസ്തവ കഥ ആധാരമാക്കി വള്ളത്തോൾ രചിച്ച ഖണ്ഡകാവ്യം മഗ്ദല മറിയം. ക്രൈസ്തവ കഥ ആധാരമാക്കി വള്ളത്തോൾ രചിച്ച ഖണ്ഡകാവ്യം മഗ്ദല മറിയം. സ്മാർത്ത വിചാരം പ്രമേയമാക്കി മാടമ്പ് കുഞ്ഞിക്കുട്ടൻ രചിച്ച നോവൽ ഭ്രഷ്ട്. സ്മാർത്ത വിചാരം പ്രമേയമാക്കി മാടമ്പ് കുഞ്ഞിക്കുട്ടൻ രചിച്ച നോവൽ ഭ്രഷ്ട്. ഇബ്നു ബത്തൂത്ത കഥാപാത്രമായ ആനന്ദിൻ്റെ നോവൽ ഗോവർദ്ധൻ്റെ യാത്രകൾ. ഇബ്നു ബത്തൂത്ത കഥാപാത്രമായ ആനന്ദിൻ്റെ നോവൽ ഗോവർദ്ധൻ്റെ യാത്രകൾ. വിക്ടർ ഹ്യൂഗോയുടെ ലാമിസ്രാബിലെ പാവങ്ങൾ എന്ന ഫ്രഞ്ച് നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോൻ. വിക്ടർ ഹ്യൂഗോയുടെ ലാമിസ്രാബിലെ പാവങ്ങൾ എന്ന ഫ്രഞ്ച് നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോൻ. KS ചിത്രയെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡിന് ആദ്യമായി മലയാള സിനിമയിലൂടെ അർഹയാക്കിയ ഗാനം 1986 മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി. നഖശതങ്ങൾ. KS ചിത്രയെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡിന് ആദ്യമായി മലയാള സിനിമയിലൂടെ അർഹയാക്കിയ ഗാനം 1986 മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി. നഖശതങ്ങൾ. ബാലൻ K നായരെ മികച്ച നടനുള്ള ദേശീയ അവാർഡിന് അർഹമാക്കിയ ചിത്രം ഓപ്പോൾ. കഥാപാത്രം ഗോവിന്ദൻ. ബാലൻ K നായരെ മികച്ച നടനുള്ള ദേശീയ അവാർഡിന് അർഹമാക്കിയ ചിത്രം ഓപ്പോൾ. കഥാപാത്രം ഗോവിന്ദൻ. മിത്ര മൈ ഫ്രണ്ട് എന്ന ഇംഗ്ലീഷ് ചിത്രത്തിലെ അഭിനയത്തിലൂടെ 2001 മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാളി ശോഭന. മിത്ര മൈ ഫ്രണ്ട് എന്ന ഇംഗ്ലീഷ് ചിത്രത്തിലെ അഭിനയത്തിലൂടെ 2001 മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാളി ശോഭന. മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ രണ്ടാമത്തെ മലയാള സിനിമ സ്വയംവരം 1972. മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ രണ്ടാമത്തെ മലയാള സിനിമ സ്വയംവരം 1972. കേരള ദർപ്പണം, കേരള പത്രിക, മലയാളി എന്നീ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുമ്പോൾ K രാമകൃഷ്ണപിള്ള ഉപയോഗിച്ച തൂലികാ നാമം കേരളൻ. കേരള ദർപ്പണം, കേരള പത്രിക, മലയാളി എന്നീ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുമ്പോൾ K രാമകൃഷ്ണപിള്ള ഉപയോഗിച്ചിരുന്ന തൂലികാ നാമം കേരളൻ. CV കുഞ്ഞിരാമൻ്റെ നേതൃത്വത്തിൽ മൂലൂർ S പത്മനാഭ പണിക്കർ പത്രാധിപരായി കൊല്ലത്തിനടുത്ത് മയ്യനാട്ട് നിന്ന് കേരള കൗമുദി വാരികയായി ആരംഭിച്ച വർഷം 1911. CV കുഞ്ഞിരാമൻ്റെ നേതൃത്വത്തിൽ മൂലൂർ S പത്മനാഭ പണിക്കർ പത്രാധിപരായി കൊല്ലത്തിനടുത്ത് മയ്യനാട്ട് നിന്ന് കേരള കൗമുദി വാരികയായി ആരംഭിച്ച വർഷം 1911. SNDPയുടെ മുഖപത്രമായി വിവേകോദയം ആരംഭിച്ച വർഷം 1904. SNDPയുടെ മുഖപത്രമായി വിവേകോദയം ആരംഭിച്ച വർഷം 1904. ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിൽ നടക്കുന്ന വള്ളംകളി ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിൽ നടക്കുന്ന വള്ളംകളി ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ആരാധനാമൂർത്തിയെ രാവിലെ സരസ്വതിയായും ഉച്ചയ്ക്ക് ലക്ഷ്മിയായും വൈകുന്നേരം ദുർഗയായും ആരാധിക്കുന്ന ക്ഷേത്രം ചോറ്റാനിക്കര ക്ഷേത്രം. ആരാധനാമൂർത്തിയെ രാവിലെ സരസ്വതിയായും ഉച്ചയ്ക്ക് ലക്ഷ്മിയായും വൈകുന്നേരം ദുർഗയായും ആരാധിക്കുന്ന ക്ഷേത്രം ചോറ്റാനിക്കര ക്ഷേത്രം. താഴത്തങ്ങാടി ജുമാ മസ്ജിദ് ഏത് ജില്ലയിലാണ്? കോട്ടയം. താഴത്തങ്ങാടി ജുമാ മസ്ജിദ് ഏത് ജില്ലയിലാണ്? കോട്ടയം. ഇന്ത്യയിൽ ഫിനാൻസ് കമ്മീഷൻ ആക്ട് പാസ്സായ വർഷം
1951. ഇന്ത്യയിൽ ഫിനാൻസ് കമ്മീഷൻ ആക്ട് പാസ്സായ വർഷം 1951. കേരള ഭൂപരിഷ്കരണ നിയമം ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 9. കേരള ഭൂപരിഷ്കരണ നിയമം ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 9. ഇന്ത്യൻ പാർലമെന്റ് ഹിന്ദു പിന്തുടർച്ചാ അവകാശം പാസാക്കിയ വർഷം 1956 ജൂൺ 17. ഇന്ത്യൻ പാർലമെന്റ് ഹിന്ദു പിന്തുടർച്ചാ അവകാശം പാസാക്കിയ വർഷം 1956. ലോകസഭ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസാക്കിയ വർഷം 2011. ലോകസഭ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസാക്കിയ വർഷം 2011. രാജ്യസഭ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസാക്കിയ വർഷം 2014. രാജ്യസഭ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസാക്കിയ വർഷം 2014. വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ടിന് രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ച വർഷം 2014. വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ടിന് രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ച വർഷം 2014. ഇന്ത്യൻ പാർലമെന്റ് ലോകായുക്ത ബില്ല് പാസാക്കിയ തീയതി 2013 ഡിസംബർ 18. ഇന്ത്യൻ പാർലമെന്റ് ലോകായുക്ത ബില്ല് പാസാക്കിയ തീയതി 2013 ഡിസംബർ 18. CRPCക്ക് പകരമായി അവതരിപ്പിച്ച നിയമം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. CRPCക്ക് പകരമായി അവതരിപ്പിച്ച നിയമം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955. പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 5. ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 5. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക്